ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ അതിധന്യമായ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു പ്രഭാതം കൂടെ കാണുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ദൈവത്തിൻ്റെ ദയയ്ക്കായ സ്തുതി. ദൈവത്തിൻ്റെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിപ്പീൻ എന്ന് തിരുവഴുത്തിൽ പറയുന്ന പോലെ നമ്മോട് ദീർഘക്ഷമ കാണിക്കുന്ന മഹാകാരുണ്യവാനായൊരു ദൈവത്തിൻ്റെ കൃപയും കരുണയും നമുക്ക് ഓർക്കാം. ഓരോ നിമിഷവും അവിടുത്തെ ദയയിൽ നമുക്ക് ആശ്രയിക്കാം. സ്വന്തം നീതിയിൽ അവിടുത്തെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവകൃപയാൽ നമ്മൾ 77 കഴിഞ്ഞു 78-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. വളരെ ദീർഘമായ ഒരു സങ്കീർത്തനമാണ് 78-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ഏകദേശം 72 വാക്യങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇസ്രായേലിനെ വഴി നടത്തിയ ഒരു ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളാണ് കാണുന്നത്. ദൈവത്തിൻ്റെ നടത്തിപ്പും എന്നാൽ അവർ പലപ്പോഴും അത് മനസ്സിലാക്കാതെ മറുതലിക്കുന്നതുമായിട്ടാണ് ഇവിടെ കാണുന്നത്. മറുതലിക്കുന്ന ഒരു ജനമായിട്ട്, അതിന് റിബല്ലിയസ് നേച്ചർ, ദൈവത്തിനോട് മത്സരിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. എന്നാൽ മത്സരിച്ചവരെല്ലാം മരുഭൂമിയിൽ പട്ടുപോയി എന്നാണ് നമ്മൾ കാണുന്നത്. അവരിൽ ആരും ശേഷിച്ചില്ല. പിന്നെ അവരുടെ തലമുറകളാണ്, കുഞ്ഞു കുട്ടികളൊക്കെയാണ് കനാനിൽ പ്രവേശിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഒരിക്കലും നമുക്ക് മത്സരം ദോഷകരമാണ്. ആഭിചാര ദോഷം പോലെ അത് ദോഷകരമാണത്. ഒരിക്കലും ദൈവത്തോട് മത്സരിക്കരുത്. നമുക്ക് മനസ്സിലാകുന്നത് ദൈവം മനസ്സിലാകാത്തതും ദൈവത്തിന് നമ്മൾ അർപ്പിക്കുക. ദൈവത്തിന് അതിന് ഉദ്ദേശം കാണും. അല്ലാതെ ദൈവത്തെ ചോദ്യം ചെയ്യുവാനോ ദൈവത്തിൻ്റെ സർവശക്തിയെ നമ്മൾ ഈ നിസാര ബുദ്ധി കൊണ്ട് അളക്കുവാനോ നമ്മൾ ശ്രമിക്കരുത്. അപ്രമേയനാണ്, അപരിമേയനാണ്, ആലോചനയിൽ അതിശയവാനാണ് അവൻ. അവിടുത്തെ കരവീട് നോക്കുക, എത്ര മനോഹരമായിട്ട് പ്രകൃതിയെല്ലാം നിർമ്മിച്ചിരിക്കുന്നു. എല്ലാം അണ്ടകടാകത്തെ മുഴുവൻ നിർമ്മിച്ച ദൈവം, ക്രിയേറ്റർ, ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടി ഇത് എത്ര അത്ഭുതാവഹമാണ്. അതിൽ നമ്മൾ ഒരു ചെറിയൊരു കണിക പോലെയുള്ള, കണിക എന്ന് പറയാൻ പോലും ഇല്ല നമ്മുടെ എന്ന്. എന്നിട്ടും മനുഷ്യൻ്റെ ദൈവം സ്നേഹിച്ചു. അതാണ് കാരണം സ്വന്തം സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് പറയുന്നതാണ്. ആധുനിക ചിന്തയിലെല്ലാം ഇപ്പോൾ അത് കുറേയൊക്കെ മാറി വരുന്നുണ്ട്. ഫൂളിഷ് തിങ്സ്, അതായത് കുരങ്ങ് മൂത്ത മനുഷ്യനുണ്ടായെന്ന് പറയുമ്പോൾ ഒരു സാധാരണ മനുഷ്യൻ, എല്ലാവരും ചിന്തിക്കുന്നതാണ്, സ്വാഭാവികമായിട്ട് ചിന്തിച്ച ഒരു ഇതാണ്. അദ്ദേഹത്തിന് ഈ സ്കൂളിലൊക്കെ ഇത് പഠിപ്പിക്കുമ്പോൾ തന്നെ ഈ കുരങ്ങ് ആണ് പരിണാമപ്പെട്ട് മനുഷ്യനായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വഴികളിലെല്ലാം ഈ ചില സ്ഥലങ്ങളിലൊക്കെ കുരങ്ങുകളെ കാണുമ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നത് ഈ കുരങ്ങൊക്കെ എന്നാ മനുഷ്യനായി മാറാത്തതെന്ന്. കുരങ്ങ് മാറിയാണ് മനുഷ്യൻ വന്നതെന്ന് പറയുന്നു. പക്ഷെ അപ്പോൾ ഈ കുരങ്ങൊക്കെ എന്നാ മനുഷ്യനായിട്ട് മാറാത്തതെന്ന്. ഒരു സില്ലി ക്വസ്റ്റ്യൻ ആണെങ്കിലും അത് വളരെ അർത്ഥവത്തല്ലേ. ഒരു കുഞ്ഞു പോലും ചിന്തിച്ചാൽ മനസ്സിലാകുന്നതല്ലേ. അതുകൊണ്ട് ഒരു ക്രിയേറ്ററുണ്ട്, നമ്മെ മെനഞ്ഞൊരു ദൈവമുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. അത് തിരിച്ചറിയുക. അല്ലാത്ത മനുഷ്യൻ, ദൈവം ഇല്ല എന്ന് പറയുന്ന മനുഷ്യൻ ഫൂളാണ്, മടയനാണ്. അതുപോലെ തന്നെ ചിലർ പറയുന്ന ഒരു ഇതാണ്, പിശാചില്ല എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. വലിയ വിശ്വാസികളാണെന്ന് പറയുന്നവരാണ്, പിശാചൊന്നുമില്ല, അതൊക്കെ മനസ്സിൻ്റെ തോന്നലാന്നൊക്കെ പറയും. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന സൈറ്റാനിക് ഫോഴ്സ് ഉണ്ട്, എതിരുണ്ട്, നമുക്കത് തിരുവനെ നമുക്ക് വെളിപ്പെടുത്തുകയാണ് അല്ലേ. തീർച്ചയായിട്ടും ഉണ്ടോ എന്നുള്ളതാണ് പറയും. അങ്ങനെ അതിനെ ജയിക്കാൻ ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെയുണ്ട്. അവനെ പരാജയപ്പെടുത്തിയ പുത്രൻ തമ്പുരാൻ നമ്മോട് കൂടെയുണ്ട്. ക്രൂശിൽ അവനുമേൽ ജയോത്സവം കൊണ്ടാടിയ കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അവനാൽ നമുക്ക് ജയമുണ്ട്. അവൻ്റെ ജയമാണ് നമ്മുടെ ജയമെന്ന് പറയുന്നത്. നമുക്ക് ചിന്തിക്കാം. ഇവിടെ പറയുകയാണ്, എൻ്റെ ജനമേ ഉപദേശം ശ്രദ്ധിക്കുവീൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കുവീൻ. ഉപദേശവും വായ്മൊഴികളും ഇവിടെ പറയുകയാണ്, ശ്രദ്ധിക്കുവാൻ പറയുകയാണ്. ഉപദേശം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ കേൾക്കാൻ വേണ്ടിയല്ല, അത് കേട്ട് അനുസരിക്കത്തക്കവണ്ണമുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. പല കാര്യങ്ങളും നമ്മൾ എക്സ്ട്രാ ഓർഡിനറി, അസാധാരണമായിരുന്നു കാണുമ്പോൾ നമുക്ക് ചെവി കൂർപ്പിക്കും ചിലത്. പക്ഷെ അത് കേട്ട് വിടുകയാണ് നമ്മൾ. എന്നാലും ഇത് കേട്ട് വിടാനുള്ള ശ്രദ്ധയല്ല, മറിച്ച് ഇത് അനുഭവിക്കാനുള്ളതായ, അത് അനുസരിക്കാനുള്ളതായ ഒരു വിധേയത്വത്തിന് വേണ്ടിയുള്ള, ഇതിലെന്ത് ഉൾക്കൊണ്ടിരിക്കുന്നു തിരിച്ചു വരുന്നതിനുള്ള ഗ്രാഹ്യം കൂടിയാണ് ഈ ശ്രദ്ധയെ കൂടെ ഉപദേശിക്കുന്നത്. എൻ്റെ വായുമൊഴികൾക്ക് നിങ്ങളുടെ ചെവി തരുവീൻ. അത് തന്നെ ചെവി ചായ്ക്കുക, പരിപൂർണമായി ഇൻക്ലൈൻ, നമ്മുടെ ചെവികൾ അവനിലേക്ക് ചായ്ക്കണം. അപ്പം നമുക്കതൊക്കെ കേൾക്കുവാൻ കർത്താവ് ഗുരുപ്രഭാഷണത്തിലൊക്കെ പറയുന്നുണ്ട്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന്.
എന്ന് പറഞ്ഞാൽ ചെവിയുണ്ട്, പക്ഷെ കേൾപ്പാൻ തക്കവണ്ണമുള്ള ചെവിയുണ്ടോ എന്നുള്ളതാണ്. എല്ലാം കേൾക്കുന്നത് പോലെ കേട്ട് ദൈവവചനം തള്ളിക്കളയുന്നവർ. സാധാരണ ഇത് കേൾക്കുന്ന പോലെ കേട്ടു, എന്നാൽ അതിൻ്റെ പ്രാധാന്യമോ അതിൻ്റെ വിലയോ ഒന്നും മനസ്സിലാക്കാതെ ദൈവശബ്ദം തിരിച്ചറിയാതെ നഷ്ടപ്പെടുത്തുന്നവർ, അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അവരോട് പറയുക, എൻ്റെ നിങ്ങളുടെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്ക്കുവീൻ. ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായി തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. ഇത് മത്തായി ശ്ലീഹ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഭാഗത്ത് എടുത്ത് പറയുന്നുണ്ട്. അത് ഇച്ചിരി പ്രവാചകൻ പറഞ്ഞു എന്ന അർത്ഥത്തിൽ മറ്റൊരു ഭാഗത്തും കൂടി ഇത് പറയുന്നുണ്ട്. അതാണ് അവിടെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്, കാണാൻ പറ്റും. ഉപമ പ്രസ്താവിക്കുവാൻ വായി തുറക്കും. പുറത്തുള്ളവരോട് സകല ഉപമയാലെന്ന് പറയുമ്പോൾ ഉപമ ഒരു കാര്യത്തെ നമുക്ക് മനോഹരമായത് വരച്ച് കാണിക്കുകയാണ്. ചില ഗൂഢമായ കാര്യങ്ങൾ, മിസ്റ്ററീസ്, ചില മർമ്മങ്ങൾ മനസ്സിലാക്കാൻ പ്രയാസമുള്ളത് നമുക്ക് മനസ്സിലാകുന്ന ഉദാഹരണങ്ങൾ കൂടെ ഉദാഹരിക്കുക. ഉപമ ഒരു സദസ്യവൽക്കരിച്ച് പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരിക. അപ്പോൾ അത് പെട്ടെന്ന് കർത്താവിൻ്റെ പഠിപ്പിക്കലെല്ലാം ഉപമകളായിരുന്നു നമുക്ക് കാണാനായിട്ട് പറ്റും. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശ്യം, അത് പുളിച്ച മാവിനോട് സദൃശ്യം, അങ്ങനെ പല പല ഉപമകൾ കർത്താവ് പറയുക. അപ്പം അത് കേൾക്കുന്നവർക്ക് അത് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. തുടർന്ന് പറയുകയാണ്, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. റഡിൽസ് എന്ന് പറയും ഈ കടങ്കഥകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ പ്രവാചക പുസ്തകങ്ങളൊക്കെ കാണാനായിട്ട് പറ്റി പല കടങ്കഥകൾ എടുത്തു പറയുന്നുണ്ട്. അപ്പൻ പച്ചമുന്തിരിങ്ങ തിന്നുങ്ങളെ മക്കളുടെ വായി കഴിച്ചോ എന്നൊരു ചൊല്ല്. അതുപോലെ യഥാ മാതാ തഥാ പുത്രി എന്ന് പറയും. അമ്മ എങ്ങനെയാണോ മകൾ അതുപോലെ. അങ്ങനെ പല പല ഇതും എടുത്ത് പറയുന്നുണ്ട്. നസ്രയത്തിന് വല്ല നന്മയും വരുമോ, അതൊക്കെ ഒരു പഴഞ്ചൊല്ല് പോലെ. അങ്ങനെ പലതും പഴയ നിയമത്തിലൊക്കെ കാണുന്നുണ്ട്. പലതിനെ തിരുത്തുന്നുണ്ട്. കൂശിന് തൻ്റെ തൊക്കും പുള്ളിപ്പുരിക്ക് തൻ്റെ പുള്ളിയും മാറ്റാൻ കഴിയുമോ എന്നുള്ള ഒരു ചൊല്ലാണത്. എന്നാൽ അതിനെ മാറ്റും. എന്നാൽ തിന്മ ചെയ്യാൻ ശീലിച്ചിട്ട് നിങ്ങൾക്ക് നന്മ ചെയ്യാൻ കഴിയും. അങ്ങനെ പല കടങ്കഥകളെയും ചിലത് നല്ലതാണെന്ന് പറയും, എന്നാൽ ചിലതിനെ അത് അപ്രായോഗികമാണെന്ന് ചിന്തിക്കുന്നതിനെ പോലും പ്രായോഗികമാക്കി തീർക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തി. നാം അവയെ കേട്ടറിഞ്ഞിരിക്കുന്നു, നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്നു. നാം അവരുടെ മക്കളോട് അവയെ മറച്ചു വയ്ക്കാതെ വരുവാനുള്ള തലമുറയോടെ യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തിയും വിവരിച്ച് പറയും. അപ്പോൾ ഇത് നമ്മൾ കേട്ടറിഞ്ഞിരിക്കും. അത് നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് കൈമാറി തന്നിരിക്കുന്നത് വരുന്ന തലമുറയോട് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. ചിലരൊക്കെ ഫോളിഷ് ട്രഡീഷൻസാണ് പറഞ്ഞു കൊടുക്കുന്നത്. തെറ്റായ പല വിവരണങ്ങളും ഒക്കെ തലമുറ കൈമാറുന്നത്, അന്ധവിശ്വാസങ്ങളാണ് കൈമാറുന്നത്, അനാചാരങ്ങളാണ് കൈമാറുന്നത്, കപടവിശ്വാസങ്ങൾ, കാപട്യമൊക്കെയാണ് ചിലർക്ക് കൈമാറുന്നത്. ബുദ്ധിയില്ലാത്ത മൗഢ്യമായ പല ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെയാണ് തലമുറ കൈമാറുന്നത്. എന്നാൽ യഥാർത്ഥ ദൈവത്തെ അനുഭവിച്ചുകൊണ്ട് ദൈവീകത, യഥാർത്ഥ ആത്മീയത, റിയൽ ക്ലിയർ സ്പിരിച്വാലിറ്റി വരുന്ന തലമുറയ്ക്ക് ആ ദൈവത്തെ തന്നെ കൈമാറാനായിട്ട് സാധിക്കുന്നതാണ്. അത് നമുക്ക് സാധിക്കണമെന്ന് അവിടെ പറയുന്നത്. അത് വരുവാനുള്ള തലമുറയോട് ദൈവത്തിൻ്റെ സ്തുതിയും അത്ഭുത പ്രവൃത്തികളും ഒക്കെ വിവരിച്ച് പറയുമെന്ന് പറയാം. അവൻ യാക്കോബിൽ ഒരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രായേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു, നമ്മുടെ പിതാക്കന്മാരുടെ തങ്ങളുടെ മക്കളെ അറിയിക്കുവാൻ കൽപ്പിച്ചു. വരുവാനുള്ള തലമുറ ജനിക്കുവാനിരിക്കുന്ന മക്കൾ തന്നെ അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കുകയും അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കുകയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറന്നു കളയാതെ അവർ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുകയും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയെ ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയെ തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അവിടെ പറയും എന്തിനാണ് ഇതൊക്കെ പറയുമ്പോൾ ഈ വരുവാനുള്ള തലമുറ ജനിപ്പാനിരിക്കുന്ന മക്കൾ തന്നെ അവരും എന്ത് ചെയ്യും, അവയെ ഗ്രഹിച്ച് എഴുന്നേറ്റ് തങ്ങളുടെ മക്കളോട് അറിയിക്കും. അവർ തങ്ങളുടെ ആശ്രയം ദൈവത്തിൽ വയ്ക്കും, ദൈവത്തിൻ്റെ പ്രവർത്തികളെ മറന്നു കളയാതെ അവർ കൽപ്പന പ്രമാണിച്ച് നടക്കുകയും ചെയ്യും തങ്ങളുടെ പിതാക്കന്മാരെ പോലെ. അപ്പോൾ പിതാക്കന്മാർ മരുഭൂമിയിലൊക്കെ സംഭവിച്ചപ്പോൾ അവരുടെ ശാഠ്യം, മത്സരം, അത് അവർക്ക് നാശത്തിനിരയായി തീർന്നു. അത് കേൾക്കുമ്പോൾ അങ്ങനെ നമ്മൾ ശാഠ്യവും മത്സരവും നമുക്കും നാശമാണ് തിരിച്ചറിഞ്ഞ് അവർ ആ ദുഷ്ടവഴി വിട്ട് തിരിയുകയാണ്. ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ള ഒരു തലമുറയെ തീരാതിരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ എന്ന് പറയുകയാണ്. തുടർന്ന് 9-ാമത്തെ വാക്യത്തിൽ മറ്റൊരു ഭാഗത്തിലേക്ക് പറയും, ആയുധം ധരിച്ച വില്ലാളികളെ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല, അവർ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു. അവർ അവൻ്റെ പ്രവർത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. അപ്പോൾ ഇവിടെ പറയും എഫ്രൈമർ സ്വന്തം വില്ലിൽ ആശ്രയിക്കുന്നു വീഴുമെന്ന് പറയുന്നത്. സ്വന്തം വാളിൽ ആശ്രയിക്കരുത്, സ്വന്തം ബലത്തിൽ ആശ്രയിക്കരുത്. എഫ്രൈമിനെ കുറിച്ച് പറയുക, അവൻ തൻ്റെ
അത് ആയുധം ധരിച്ച വില്ലാളികൾ എന്ന് പറഞ്ഞാൽ തൻ്റെ ആയുധത്തിലാണ് അവൻ്റെ പെണ്ണാൽ എഫ്രൈം പിന്തിരിഞ്ഞു പോയി എന്നവിടെ പറയുന്നു. അവർ അവൻ്റെ പ്രവൃത്തികളെയും അവരെ കാണിച്ച അത്ഭുതങ്ങളെയും മറന്നു കളഞ്ഞു. അവൻ മിസ്രൈം ദേശത്ത് സോവാൻ വയലിൽ വെച്ച് പിതാക്കന്മാർക്കാങ്കി അത്ഭുതം പ്രവർത്തിച്ചു. അവൻ സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി അവരെ കടത്തി. അവൻ വെള്ളത്തെ ചിറ പോലെ നിർത്തി നിൽക്കുമാറാക്കി. പകൽ സമയത്ത് അവൻ മേഘം കൊണ്ടും രാത്രി മുഴുവൻ അഗ്നിപ്രകാശം കൊണ്ട് അവരെ നടത്തി. അവൻ മരുഭൂമിയിൽ പാറകളെ പിളർന്ന് ആഴികളാൽ എന്ന പോലെ അവർക്ക് ധാരാളം കുടിക്കുവാൻ കൊടുത്തു. പാറയിൽ നിന്ന് അവൻ ഒഴുക്കുകളെ പുറപ്പെടുവിച്ചു, വെള്ളം നദികളെപ്പോലെ ഒഴുകി. എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമി മത്സരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച നമുക്കറിയാവുന്ന ഓരോ അത്ഭുതങ്ങളൊക്കെയാണ് പറയുന്നത്. സമുദ്രത്തെ വിഭാഗിച്ചു, അതിൽ കൂടി കടത്തി. വെള്ളത്തെ ചെങ്കടൽ കടന്നപ്പോൾ അത് രണ്ടായിട്ട് വിഭാഗിച്ചു. ചിറ പോലെ ഭിത്തി പോലെ സൈഡിലേക്ക് വെള്ളം മാറി നിൽക്കുകയാണ്. രാത്രി മുഴുവനും കിഴക്കൻ കാറ്റ് കൊണ്ട് അടുപ്പിച്ച ദൈവം അതിനെ ഒരു വലിയൊരു പാതയായി. ചിലർ വിചാരിക്കും ഒരു ചെറിയൊരു കൈ വഴിയായിരിക്കും. അല്ല, ഈ 6 ലക്ഷം സംവത്സര പുരുഷാരത്തിന് ആ ഒരു രാത്രി കൊണ്ട് അത് കടന്നു തീർക്കണമെങ്കിൽ വളരെ വീതിയുള്ള ഒരു വഴിയായിട്ടാണ് ദൈവം തുറന്നതെന്നാണ് പറയുന്നത്. അതുപോലെ മരുഭൂമി പകൽ സമയത്ത് മേഘം, രാത്രി സമയത്ത് അഗ്നിപ്രകാശം. പകലിൽ ചൂട് കൊള്ളാതിരിക്കാൻ മേഘം, രാത്രിയിൽ അവർക്ക് ചൂടിനും പ്രകാശത്തിനുമായിട്ട് അഗ്നിസ്തംഭം. ഇത് രണ്ടും പ്രത്യക്ഷമായി അവരോടുകൂടി ഉണ്ടായിരുന്നു. ഇതൊന്നും സദൃശ്യമല്ല, പ്രത്യക്ഷമായി തന്നെ അവരോടുകൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് അത് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം ഒരു ഇൻറ്റിമസി, ദൈവമായിട്ടുള്ളൊരു ബന്ധം. അത്ഭുതങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചാൽ അത് മറന്നു വിസ്മരിച്ചു പോകും. 9 കുഷ്ഠരോഗികൾ സൗഖ്യമായി, ഒരാൾ മാത്രം തിരിച്ചു വന്നു. 10 പേര് കുഷ്ഠരോഗികൾ വന്നു, 10 പേര് സൗഖ്യമായി, ഒരാൾ മാത്രം തിരിച്ചു വന്നു. ശേഷം 9 പേർ എവിടെയാണ് കർത്താവ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അത്ഭുതങ്ങളും അല്ല, ദൈവത്തെ തന്നെ ആശ്രയിക്കാൻ സാധിക്കണം. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും എങ്കിലും അവർ അവനോട് പാപം ചെയ്ത് അത്തിനോട് മനുഭൂമിയിൽ മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവൻ പാറയടിച്ചു, വെള്ളം പുറപ്പെട്ടു, തോടുകളും കവിഞ്ഞൊഴുകി. സത്യം, എന്നാൽ അപ്പം കൂടെ തരുവാൻ അവന് കഴിയുമോ? തൻ്റെ ജനത്തിന് അവൻ മാംസം വരുത്തി കൊടുക്കുമോ എന്ന് പറഞ്ഞു. അവിടെ പല ക്വസ്റ്റ്യൻസ് ചോദിക്കുക പോലെ ഒരെണ്ണം ചെയ്യും. ശരി, അപ്പം തന്നു വെള്ളം തരാൻ പറ്റുമോ? അപ്പം ഉയരത്തുനിന്ന് അപ്പം തന്ന ദൈവത്തിന് ഭൂമിയിൽ നിന്ന് വെള്ളം കൂടെ കൊടുക്കാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നില്ല. അവർക്ക് അറിയത്തില്ല. അവർ വിശ്വാസമില്ലാത്തൊരു ഇതായിട്ട് മാറുക. പക്ഷേ ദൈവം ഓരോന്ന് ചെയ്യുമ്പോൾ അവർക്ക് വിശ്വസിക്കണം. സർവശക്തനായ ദൈവമാണ്, ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഒരു വിശ്വസിക്കേണ്ടമായിരുന്നു. പിന്നെ അവർ തങ്ങളുടെ അത്തിനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചു കൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചു, ഹൃദയത്തെ ദൈവത്തെ പരീക്ഷിച്ചു. ഇതൊക്കെയാണ് ദൈവത്തിന് അവരോട് നീരസം വരുവാനായിട്ട് കാരണം. ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. ഈ കോരഹ് അബീർ, അങ്ങനെ കുറേ പേര് ദൈവത്തോട് ഏകദേശം 250 പേരാണ് സംഘപ്രമാണം. അവർ കൂട്ടമൊക്കെ കൂട്ടി മോശയോട് മത്സരിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ, ഇടർച്ചയില്ലാത്തവരാകാൻ നമ്മൾ ശ്രമിക്കണം. ഇടർച്ച വരുത്തുന്നതിന് അയ്യോ കഷ്ടമാണെന്ന് പറയും. ഒരു സമൂഹത്തിലോ കുടുംബത്തിലോ എല്ലാം കൂട്ടുകാരുടെ ഇടയിലോ ഒക്കെ ഇടർച്ച വരുത്തുന്നവനെ ദൈവം വെറുക്കുന്നെന്ന് പറയുന്നത്. അവനയ്യോ കഷ്ടം, അവനെ തിരികല്ല് കെട്ടി സമുദ്രത്തിൻ്റെ ആഴത്ത് തള്ളിയിരുന്നു എന്നല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രമാത്രം ഇതാണ് ഇടർച്ച വരുത്തുക എന്ന് പറയുന്നത്. ഒരു സമാധാന അന്തരത്തെ ഭഞ്ചിക്കുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ദുഷ്ടത അത് മാറ്റിയെടുക്കണമെന്ന് പറയുകയാണ്. എന്നിട്ട് ഇവിടുത്തെ ദൈവത്തിൻ്റെ കോപം ജ്വലിക്കുകയാണ്. ആകിയാൽ യഹോവ അത് കേട്ട് കോപിച്ച് യാക്കോബിൻ്റെ നേരെ തീ ജ്വലിച്ചു, ഇസ്രായേലിൻ്റെ നേരെ കോപം പൊങ്ങി. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും അവൻ്റെ രക്ഷയിൽ ആശ്രയിക്കുകയും ചെയ്യായികയാൽ തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ കോപം അവിടെ നമുക്ക് കാണുകയാണ്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ രക്ഷയിൽ ആശ്രയിക്കണം എന്നാണ് അതിൻ്റെ പ്രബോധനം. ദൈവത്തിൽ വിശ്വസിക്കാം, ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ആശ്രയിക്കാം, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആശ്രയിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ മരുഭൂമി യാത്രയിൽ ഞങ്ങൾ നടത്തുവാൻ അവിടുന്ന് ശക്തനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ, മേഘങ്ങളിൽ നിന്ന് മഞ്ഞ പൊഴിച്ച ദൈവത്തിന് പാറയിൽ നിന്നും വെള്ളം പുറപ്പെടുവിക്കുവാൻ കഴിയുന്ന ദൈവമാണ്. മരുഭൂമിയിൽ മേശയൊരുക്കുന്ന സർവശക്തനായ ദൈവമാണെന്നുള്ള പൂർവ്വകാല അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലപ്പോൾ മരുഭൂമി സമാനമായ ജീവിതത്തിൽ നിനക്ക് മേശയൊരുക്കാൻ പറ്റും. ഞങ്ങൾ വഴി നടത്താൻ അവിടെ ശക്തനാണെന്നറിഞ്ഞ് നിൻ്റെ ബലമുള്ള കൈക്കേട് ഞങ്ങൾ താണിരിക്കുന്നു. ഞങ്ങൾ വഴി നടത്തണമേ, തിരുനാമം ഞങ്ങൾക്കൂടെ മഹത്വപ്പെടുത്തണമേ. പിതൃത്വ പരിശുദ്ധമാകട്ടെ എന്ന മഹത്വത്തിനായി തന്നെ. ആമേൻ. സർവ്വ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവ്